നമ്മളീ കാണുന്നത് തൃശ്ശൂര് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തേണ്ട സ്ഥലത്താണ് ഞാനും നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടിവിടെ അതിനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞു. മുത്തുക്കുടകളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മന്ത്രി ഇവിടെ വരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും അത് രാവിലെ തന്നെ ഇവിടെ എനിക്ക് എത്താൻ പറ്റി. അതിൻ്റെ ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് വരാവുന്നൊരു സ്ഥലം കൂടിയാണ്. എന്തായാലും ചിലപ്പോൾ നമ്മളിവിടുത്തെ ആരോ വരണേന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ തൃശ്ശൂർ ഇപ്പോൾ പറയാലോ, ഇപ്പോൾ MP ഉണ്ട്, അതുപോലെ MLA, ഏത് സെക്ഷനാണ് ഇവിടെ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഇവിടുത്തെ സജ്ജീകരണങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി ഇത് വഴിയാലെ തന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാം നമുക്ക് വീക്ഷിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ ഇപ്പോൾ NCC കേഡറ്റുകളും അല്ലെങ്കിൽ ഇപ്പോൾ മിലിറ്ററി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സായുധ സേന, പോലീസിൻ്റെ, അതുപോലെ തന്നെ മെഡലുകൾ, അർഹതപ്പെട്ടവർക്ക് മെഡൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ തൃശ്ശൂർ ജില്ലയിൽ, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയുടെ ആ ഒരു പ്രൗഢി നിലനിർത്തുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് TV-യിലും ലൈവായിട്ടും ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും മൊത്തം ഇപ്പോൾ അല്ലെങ്കിൽ എന്തെന്ന് പറയുക, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ ലോകത്ത് മലയാളികളുണ്ടെങ്കിൽ അവർ മൊത്തം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, ഇന്ത്യയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ രാജ്യങ്ങളും. അപ്പോൾ നമ്മൾ നിസ്സാരക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഒരു ഭാവിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ അതിൻ്റെ എല്ലാ ഭരണകർത്താക്കളും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്, സോളമൻ അഡാട്ട്.